ദൈവകൃപ മനോഹരമേ, എൻ്റെ പ്രാണനായകൻ എനിക്കു ചെയ്യുന്ന കൃപ മനോഹരമേ. എൻ്റെ പ്രാണനായകൻ എനിക്കു ചെയ്യുന്ന കൃപ മനോഹരമേ. സുരദേവനന്ദനനേ, എൻ്റെ ദുരിതമൊക്കെയും ചുമന്നൊഴിച്ച നിൻ കൃപ മനോഹരമേ. എൻ്റെ ദുരിതമൊക്കെയും ചുമന്നൊഴിച്ച നിൻ കൃപ മനോഹരമേ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കരുണാസമ്പന്നനെ, വാഗ്ദത്തങ്ങൾ വിശ്വസ്തനെ, വാക്ക് പറഞ്ഞാൽ മാറാത്ത ഞങ്ങളുടെ ദൈവമേ, അതിമനോഹരമായ നല്ല ദിവസത്തിനായിട്ടടിനങ്ങിയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്പസമയം ഉറങ്ങി ഉണരുവാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ഒരു ദിനം കൂടെ ദാനമായി തന്നല്ലോ. നന്ദിയപ്പാ, നന്ദി നന്ദി. സുഖകരമായ അല്പസമയം ഉറങ്ങിയല്ല കർത്താവേ. ഹല്ലേലൂയ. ഒരു പുതിയ ദിവസത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നല്ലോ. സ്തോത്രം, സ്തോത്രം അപ്പാ. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹം എൻ്റെ അപ്പച്ചൻ്റെ പക്കല ദാനമായി തന്ന് സഹായിക്കേണ്ടതിനായി അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾക്കുള്ളതിനെയും എല്ലാം അങ്ങയുടെ പാദപീഠത്തിലോട്ട് ഏൽപ്പിക്കുകയാണ്. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച മക്കളുണ്ട് കർത്താവേ. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ വിഷയത്തെ അങ്ങയുടെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. അങ്ങയുടെ മുൻപാകെ കടന്നു വരുന്നവരാരും ഒരു നാളും ലജിച്ചു പോകാൻ അവിടുന്ന് സമ്മതിക്കുന്ന ദൈവമല്ലല്ലോ. ഞങ്ങളുടെ സകല പ്രാർത്ഥനകൾക്കും അവിടുന്ന് മറുപടി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ കുടുംബത്തെ യന്ത്രകരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളി, ദാനം തന്ന കുഞ്ഞുങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവരുടെ ജോലി, അവരുടെ കുടുംബജീവിതം, തന്ന കൊച്ചു തലമുറകൾ, ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങൾ പാർക്കുന്ന ഭവനം, ഞങ്ങളുടെ ഉപജീവന മാർഗം എല്ലാം കർത്താപ്പച്ചൻ്റെ പൊന്നു പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു. എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, കാത്തുസൂക്ഷിച്ച് പരിപാലിക്കണമേ, നന്മ കൊണ്ട് നിറയ്ക്കണമേ കർത്താവേ. ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടുവാൻ സമ്മതിക്കാതെ സ്വർഗ്ഗം ഞങ്ങളെ ഇന്നുവരെ കരുതി നടത്തിയ ദൈവമാ, വീണ്ടും നടത്തുവാൻ സർവ്വശക്തനാകിയാൽ ബലമുള്ള കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം വരാമായിരിക്കുന്ന എല്ലാവിധ ആപത്തിൽ നിന്ന്, അപകടത്തിൽ നിന്ന്, രോഗദുഃഖാദി പകർച്ചവ്യാധി മരണത്തിന് ഏൽപ്പിക്കാതെ ഞങ്ങളെ സൂക്ഷിക്കുമാറാകണം. ഞങ്ങളുടെ വാഹനയാത്രയിലും വഴിയാത്രയിലും എല്ലാം അപ്പച്ചൻ്റെ സാന്നിധ്യം വേണം കർത്താവേ. ഞങ്ങളുടെ ജോലി കാര്യങ്ങളിൽ അപ്പച്ചൻ്റെ സാന്നിധ്യം വേണം കർത്താവേ. ശത്രു ഞങ്ങളെ കാണല്ലേ, ദുഷ്ടപിശാച് തുടരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പച്ച ഈ സമയം ഹല്ലേലൂയ കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ, അവരുടെ വിദ്യാഭ്യാസം മാനിക്കണമേ, ജയത്തോടെ അവരെ നടത്തണമേ കർത്താവേ. എല്ലാം പഠിക്കുന്ന മക്കളെ കർത്താവ് കാത്തുകൊള്ളണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഹല്ലേലൂയ വിദേശയാത്ര കർത്താവെ കടന്നു പോകാൻ ആഗ്രഹിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടപ്പാ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അത്ഭുത വഴികളെ തുറന്നു കൊടുത്ത് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ ജോലി ലഭിക്കേണ്ട മക്കളുണ്ട് കർത്താവേ. നീ അവരുടെ ആഗ്രഹം പോലെ നിവർത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിന്മേലുള്ള എല്ലാ തടസ്സങ്ങളും മുടക്കങ്ങളും കർത്താവ് എടുത്തു മാറ്റി അടിയങ്ങളുടെ പ്രാർത്ഥന തൻ്റെ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹവും വിടുതലുമായെന്ന് കേൾപ്പാൻ തക്കണം സഹായിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. ഈ സമയം ഹല്ലേലൂയ കർത്താവേ സ്തോത്രം. കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. സമാധാനത്തോടെ പാർക്കുവാൻ ഇടയാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിൽ സമാധാനമില്ലാത്ത മക്കൾക്ക് സന്തോഷത്തോടെ പാർക്കുവാൻ ഇടയാക്കണേ, അതിനുള്ള മുഖാന്തരം ഒരുക്കണമേ കർത്താവേ. വിവാഹപ്രായമായ ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ കർത്താവ് ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ അവരുടെ വിവാഹമൊക്കെ ഏറ്റവും ശ്രേഷ്ഠമായി നടക്കുവാനായിട്ട് സഹായിച്ചു. നന്ദി പിതാവേ, നന്ദി. വീണ്ടും വിവാഹത്തിന് ഒരുങ്ങുന്ന മക്കളുണ്ട് കർത്താവേ. ഹല്ലേലൂയ. കാനാവിലെ കല്യാണം പോലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഹല്ലേലൂയ വിവാഹ നിശ്ചയ ദിവസത്തിനായി സ്തോത്രം, വിവാഹ ദിവസത്തിനായി സ്തോത്രം, സ്തോത്രം. തമ്പുരാൻ്റെ വലിയ സാന്നിധ്യം അവിടെ ഇറങ്ങണമേ കർത്താവേ. അങ്ങ് തന്നെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്നിനും കുറവ് കൂടാതെ സകല കുറവുകളെയും അവിടുന്ന് പരിഹരിച്ചുകൊണ്ട് നിറയ്ക്കേണ്ടതിനായി പ്രാർത്ഥിക്കുക കർത്താവേ. തുടർന്ന് കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന 2-3 കുഞ്ഞുങ്ങളുടെ വിവാഹം കൂടി നടക്കേണ്ടതായിട്ടുണ്ട്. എൻ്റെ സ്വർഗം അവർക്ക് വേണ്ടി കരുതിയിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. അങ്ങ് വാഗ്ദത്തങ്ങൾ വിശ്വസ്തനാ, വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാ. ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. ഞങ്ങളതോർത്ത് സ്തോത്രം ചെയ്യുന്നു. കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാർക്ക് തലമുറകളെ കൊടുക്കണേപ്പാ. ഗർഭിണികളായിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ താങ്ങിക്കൊള്ളണമേ കർത്താവേ. മാസത്തികയോളം കൂടെ ഇരുന്ന് സുഖപ്രസവം തരുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് ഈ സമയം ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. തമ്പുരാനവർക്ക് വഴിവാതിൽ തുറന്നു കൊടുത്തവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിന് അറിയാത്തതൊന്നുമില്ലല്ലോ ദൈവമേ. ഉപജീവനമാർഗമാപ്പാ ചോദിക്കുന്നത്. മറ്റുള്ളവരുടെ മേൽ തലകുനിച്ച് നിൽപ്പാൻ സമ്മതിക്കാതണം. സ്വർഗം തൻ്റെ മക്കളെ കരുതുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ എല്ലാ ഉപജീവനമാർഗത്തെയും തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ. ഒന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ കർത്താവേ. സ്തോത്രം. എൻ്റെ കർത്താവ് ഹല്ലേലൂയ. വിശ്വസിച്ച് ചെയ്യുന്ന മക്കളെ ഓർക്കുന്നതിൻ്റെ പ്രാർത്ഥന ചോദിച്ച മക്കളുണ്ട്. കഷ്ടനഷ്ടം കൂടാതെ വേണ്ടുന്ന
കൊടുക്കുന്നതെല്ലാം ദിനംതോറും കൊടുത്ത് ശ്രേഷ്ഠമായ നിലവാരത്തിൽ അവരെ അനുഗ്രഹിച്ച് നടത്തേണ്ടതിനായും പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം. എല്ലാ മക്കളെയും അനുഗ്രഹിച്ചാണ്. പ്രത്യേകിച്ച് കർത്താവെ വാഹനം ഓടിക്കുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കുകയപ്പാ. വാഹനയാത്രയിലും വഴിയാത്രയിലും കർത്താവിൻ്റെ കരം ചേർത്ത് പിടിച്ചോണം. ആപത്തനത്തിൽ നിന്നെല്ലാം വിടുവിച്ചു കൊള്ളുമാറാകണം. എല്ലാ ആവശ്യവും ആഗ്രഹം പറഞ്ഞ് ഓരോ മക്കളെയും സ്വർഗം കരുതണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം. ഈ സമയം ഹാലേലൂയ എല്ലാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തെയും തമ്പുരാൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. സ്വർഗ്ഗം എല്ലാവരെയും കരുതിക്കൊള്ളുമാറാകണം. ഈ സമയം ഞങ്ങളുടെ രോഗികളെ ഒന്നുകൂടി ഏൽപ്പിക്കട്ടെ കർത്താവേ. ആശുപത്രി മുറികളിലും ഭവനങ്ങളിലും കിടക്കകളിലായിരിക്കുന്നവരെ ഏൽപ്പിക്കുന്നു. ഐസിയുലും CCയിലും വെന്റിലേറ്ററിലും കിടക്കുന്നവരെ ഏൽപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്ന മക്കളെ ഓർക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ കർത്താവേ ജോൺ മാത്യുവിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. പൂർണ്ണ വിടുതൽ പ്രാപിച്ച് ഭവനത്തിലെത്തിച്ചേരാൻ ഇടയാക്കണമേ കർത്താവേ. എൻ്റെ സ്വർഗത്തിലെ അപ്പത്തിന് ഹല്ലേലൂയ ശ്രേഷ്ഠകരമായ വിധത്തിൽ ആ സർജറി ചെയ്തെടുത്തുവെങ്കിൽ പരിപൂർണ്ണ വിടുതൽ പ്രാപിച്ച് ഹാലേലൂയ പുറത്തു വരുവാൻ സ്വർഗം സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ക്യാൻസർ രോഗികളുണ്ട്, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവർ, ഉദരസംബന്ധമായ പല രോഗങ്ങളുള്ളവർ, തലയ്ക്കകത്ത് ഹാലേലൂയ കർത്താവേ അതിവേദനകളാൽ ഭാരപ്പെടുന്നവർ, മൊഴിയാൽ ഭാരപ്പെടുന്നവർ, സ്വർഗത്തിലെ ദൈവമേ അവിടുന്ന് തൊട്ട് സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിയാറ്റിനും യൂറിക് ആസിഡും ഉള്ളവരുണ്ട് കർത്താവ്. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവരുണ്ട് കർത്താവ്. ശരീരവാസകലം അതിവേദന കൊണ്ട് ഭാരപ്പെടുന്നവരുണ്ട്. മുട്ടിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയും ഉള്ളവരുണ്ട് കർത്താവ്. തമ്പുരാനെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. കാഴ്ചയില്ലാത്തവരുണ്ട്, കേൾവിയില്ലാത്തവരുണ്ട്, ഓർമ്മയില്ലാത്തവരുണ്ട്, ബുദ്ധിയില്ലാത്തവരുണ്ട്. എൻ്റെ തമ്പുരാനെ കൈകാൽക്ക് ചലനമില്ലാത്തവരുണ്ട് കർത്താവെ. സ്വർഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാ. സ്തോത്രം. സ്തോത്രം അപ്പാ സഹിക്ക വയ്യാത്തൊന്നും ആർക്കും നൽകിത്തരില്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഹിപ്പാനും വഹിപ്പാനുള്ള കൃപ തന്ന് കർത്താവ് പരിപാലിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരെയും ആശ്രയിക്കാതെ സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്തെടുപ്പാൻ തക്കണം ഓരോ മക്കളെയും എൻ്റെ അപ്പച്ച സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹാലേലൂയ. തുമ്മലിൻ്റെ അസ്വസ്ഥതയിൽ കൂടി കടന്നു പോകുന്നവരുണ്ട്. പെടലിയുടെ വേദനയാൽ ഭാരമുള്ളവരുണ്ട്. എൻ്റെ സ്വർഗത്തിലെ അപ്പാ എല്ലാവരെയും ഉള്ളതുപോലെ കാണുന്ന കർത്താവ് അവിടുന്ന്. ഹാലേലൂയ. സകലത്തിനും മതിയായ ദൈവം അവിടുന്ന് അപ്പാ സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. സ്തോത്രം. സ്തോത്രം കർത്താവേ. ശരീരമാസകലം അതിവേദനകളാൽ നീർക്കെട്ടുകളാൽ ഭാരപ്പെടുന്ന ജീവിതങ്ങളുണ്ട്. അപ്പോൾ ഉറക്കമില്ലാത്ത ജീവിതങ്ങളുണ്ട് കർത്താവേ. കരുണ തോന്നണമേ, മനസ്സലിയണമേ, അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ സൗഖ്യം പ്രാപിച്ചിട്ട് കർത്താവിനെ മഹത്വപ്പെടുത്താൻ ഞങ്ങളെല്ലാം സഹായിക്കണം. ഞങ്ങളായിരിക്കുന്ന ദേശത്തെല്ലാവരെയും പരിപാലിക്കണം. എല്ലാവരുടെയും ജോലിയിൽ കൂടെ ഇരിക്കണം. സമാധാനത്തിൽ എല്ലാവരെയും സൂക്ഷിക്കണം. ഞങ്ങളുടെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും കണ്ട് ഞങ്ങൾക്ക് ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്താനും ഭാഗ്യമൊരുക്കണം. വേർപാടിൻ്റെ ദുഃഖം അനുഭവിക്കുന്നവരെ കർത്താവേ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. മുൻപോട്ട് പ്രത്യാശയോടെ ജീവിപ്പാൻ അവർക്ക് കൃപ നൽകണമേ കർത്താവേ. യാത്ര ചെയ്യുന്ന ഓരോ മക്കളെയും കർത്താവ് കാത്തുകൊള്ളണം. എല്ലാ യാത്രകളിലും കർത്താവ് കൂടെ ഇരിക്കണമേ കർത്താവേ. സ്തോത്രം. പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളെ അനുഗ്രഹിക്കണമേ. കുടുംബജീവിതത്തിൽ പുതുവർഷക്കാലം പ്രവേശിച്ച മക്കളെ അനുഗ്രഹിക്കണമേ. പുതിയ നന്മകളും അനുഗ്രഹം കൊടുത്ത് എല്ലാ മക്കളെയും നിറയ്ക്കണമേ അപ്പാ. എല്ലാ പ്രാർത്ഥനാ വിഷയം അപ്പൻ്റെ പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥനയെ കേട്ട ദൈവത്തിന് നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. 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 സ്തോത്രം.